ചില മാതാപിതാക്കളുണ്ട്, മക്കള് താമസിച്ചു വന്ന് മക്കളെ സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ മക്കളെ വിളിച്ചുണർത്താൻ പിതാവ് വരുമ്പോ മാതാവ് പറയും, അവൻ ഇന്നലെ രാത്രി താമസിച്ചാ കിടന്നുറങ്ങിയത്, അതുകൊണ്ട് നിങ്ങള് പള്ളിയിൽ പോയിക്കോ, അവനെ നിങ്ങളെ വിളിക്കണ്ട എന്ന് പറയുന്ന ചില മാതാപിതാക്കളുണ്ട്. ഇവിടെ നാം മനസ്സിലാക്കണം, പിന്നെ എങ്ങനെയാണ് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കുക എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, മക്കൾ വഴിപിഴച്ചു പോകുന്നതിൽ പരിപൂർണമായും മാതാപിതാക്കൾ തന്നെയാണ് കാരണം. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന് ഒരു മകള് വഴിപിഴച്ചു പോകുന്നതിൽ പരിപൂർണമായും ഉത്തരവാദിത്തം അത് മാതാക്കൾക്കാണ്. മാതാവ് ശരിയല്ല എങ്കിൽ എന്താണ്, മക്കൾ വഴിപിഴച്ചു പോകും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ കാര്യം. ഒന്ന് ചിന്തിക്കേ. വാപ്പ പ്രവാചകനായിരുന്നു, ദീനി പ്രബോധനം നടത്തുന്ന ഒരു പ്രവാചകനായിരുന്നു. ആ പ്രവാചകന്റെ മകൻ വഴിപിഴച്ചു പോകാൻ കാരണമെന്തേ? നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മോശപ്പെട്ട സ്ത്രീയായിരുന്നുവെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു കാരണത്താൽ മകൻ വഴിപിഴച്ചു പോയി. അതുകൊണ്ട് ഒരു മകൻ നാളെ എന്താണ് പരാജിതരുടെ കൂട്ടത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ ചരിത്രം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ.